എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 13 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ഗന്ധവസ്തുഷുതം ദേഹം നിധായ മുനിസത്തമാ സമാപ്തേ സത്രയോഗേഥ ദേവാൻ ഊജു സമാഗതാൻ. മുനിസത്തമാഹ ശ്രേഷ്ഠന്മാരായ മുനിമാര് തം ദേഹം ആ ദേഹത്തെ ഗന്ധവസ്തുഷു നിധായ ഗന്ധവസ്തുക്കളിൽ നിധാനം ചെയ്തിട്ട് സത്രയോഗേ സമാപ്തേ സത്രയോഗം സമാപിച്ചപ്പോൾ സമാഗതാൻ ദേവാൻ സമാഗമിച്ച ദേവന്മാരോട് ഊജു പറഞ്ഞു. അപ്പൊ യോഗത്തില് ഋത്വിക്കുകളായിരുന്ന മുനിശ്രേഷ്ഠന്മാര് നിമിയുടെ ശരീരം സുഗന്ധ തൈലത്തില് ഇട്ടുവെച്ചു സൂക്ഷിച്ചു. ശരീരം വീണൂലോ വസിഷ്ഠ ശാപം കൊണ്ട്, തൈലത്തിൽ ഇട്ടുവെച്ചു. സത്രം അവസാനിച്ചപ്പോ അവിടെ വന്ന ദേവന്മാരോട് മുനിമാര് പറയാണ്, രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്നാ പ്രഭോ യതി തഥേത്യുക്തേ നിവിപ്രാഹ മാ ഭൂന്മേ ദേഹബന്ധനം. പ്രസന്നായൂയം പ്രസാദിച്ച നിങ്ങൾ, പ്രഭവയതി സമർത്ഥന്മാരാണെങ്കിൽ, രാജ്ഞ അയം ദേഹ രാജാവിന്റെ ഈ ശരീരം ജീവതു ജീവിക്കട്ടെ, തഥാ ഇതി ഉക്തേ അപ്രകാരമായിട്ടെന്ന് പറയപ്പെട്ടപ്പോൾ, മേ ദേഹബന്ധനം എനിക്ക് ദേഹസംബന്ധം ആർക്കും ഭവിക്കരുത് എന്ന് നിമി പറഞ്ഞു. കൊണ്ട് സന്തുഷ്ടരായി ദേവന്മാര്. അപ്പൊ മുനിമാര് പറഞ്ഞു, നിങ്ങള് വരം നൽകാൻ സമർത്ഥരാണെങ്കിൽ ഈ മഹാരാജാവിന്റെ ഈ ശരീരം ജീവിക്കട്ടെ, ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് ദേവന്മാരെ അനുഗ്രഹിച്ചു. അപ്പോ തന്നെ നിമി പറയാണ്, എനിക്ക് ദേഹസംബന്ധം ഉണ്ടാകാതിരിക്കാൻ, എനിക്ക് ദേഹം വേണ്ട എന്ന് പ്രാർത്ഥിക്കണം ഇദ്ദേഹം. യസ്യ യോഗം ന വാഞ്ചന്തി വിയോഗ ഭയകാതരാ ഭജന്തി ചരണാംഭോജം മുനയോ ഹരിമേധസ. ദേഹം നാവരുരുത്സേഹം ദുഃഖശോക ഭയാവഹം സർവത്രാസ്യ യതോ മൃത്യുർ മത്സ്യാനാം ഉദകേ യഥാ. വിയോഗഭയകാതരാഹ വിയോഗഭയം നിമിത്തം ദുഃഖിക്കുന്ന മുനയ മുനികൾ, യസ്യ യോഗം യാതൊന്നിന്റെ യോഗത്തെ ന വാഞ്ചന്തി ആഗ്രഹിക്കുന്നില്ല, ഹരിമേധസ ഭഗവാന്റെ ചരണാംഭോജം പാദകമലത്തെ ഭജന്തി ഭജിക്കുന്നു, ദുഃഖ ശോക ഭയാവഹം ദുഃഖം ശോകം ഭയം എന്നിവയെ ജനിപ്പിക്കുന്ന ദേഹത്തെ അഹം ന അവരുസേ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഥാ എന്തുകൊണ്ടെന്നാൽ, മത്സ്യാനാം ഉദകേ യഥ മത്സ്യങ്ങൾക്ക് ഉദകത്തിലെന്ന പോലെ, അസ്യ ഇതിന് സർവത്ര എങ്ങും മൃത്യു മരണം. എന്തുകൊണ്ടാണ് നിമി മഹാരാജാവ് എനിക്ക് ദേഹം വേണ്ട ദേഹം ബന്ധം ഉണ്ടാവരുത് എന്ന് പറയാൻ കാരണം എന്ന് പറയണം. ഉണ്ടായ ശരീരം നശിക്കാതെ ഇരിക്കില്ല, എന്തെങ്കിലും നശിക്കും. അതുകൊണ്ട് ദേഹവിയോഗ രൂപമായ മരണഭയം നിമിത്തം ക്ലേശിക്കുന്ന വിചാരശീലന്മാരായ മുനിമാര് ദേഹസംയോഗ വിയോഗ രൂപമായ സംസാരക്ലേശത്തെ നിശേഷം സംഹരിച്ച് പുനരാവൃത്തിരഹിതമായ പരമപദവി ഭക്തന്മാർക്ക് നൽകുന്ന ഭഗവാന്റെ ചരണാരവിന്ദത്തെ പരമപ്രേമത്തോടുകൂടി നിരന്തരം ഭജിക്കുന്നു. മുനിമാർക്ക് അറിയാതെ ദേഹം ഉണ്ടെങ്കിൽ മരണം ഉണ്ടാവും, അപ്പൊ മരണഭയം ജനിച്ചവർക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മുനിമാര് അവര് ആ സംസാര ക്ലേശത്തെയൊക്കെ നിശേഷം സംഹരിച്ചിട്ട് മുനിമാര് ഭഗവാന്റെ പരമപദവി ഭക്തന്മാർക്ക് നൽകുന്ന ആ ഭഗവാന്റെ ചരണാരവിന്ദത്തെ
ഭക്തന്മാർക്ക് സംസാരക്ലേശത്തെ നിശേഷം സംഹരിച്ച് പരമപദവി നൽകുന്ന ഭഗവാന്റെ ആ ചരണാരവിന്ദത്തെ പരമപ്രേമത്തോടുകൂടി നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ മുനിമാര് അതുപോലെ എനിക്കും നിരന്തരം ദുഃഖശോകാദികളെ ജനിപ്പിക്കുന്നതായ ഈ ദേഹസംബന്ധത്തെ, അതുകൊണ്ട് നിരന്തരം ദുഃഖശോകാദികളെ ജനിപ്പിക്കുന്നതായ ഈ ദേഹസംബന്ധത്തെ ഞാനും ആഗ്രഹിക്കുന്നില്ല. ജലാന്തർഭാഗത്തിൽ വസിക്കുന്ന മത്സ്യങ്ങൾക്ക് എങ്ങും ജലം തന്നെയാണ് കാണുക, അല്ലെ? അതുപോലെ ഈ ശരീരത്തിനും എവിടെ പോയാലും ഏത് ദിക്കിലും നാശം തന്നെയാണ്. നാശമില്ലാതിരിക്കണില്ല. എവിടെ പോയാലും ഈ ശരീരം നശിക്കും. അതുകൊണ്ട് എനിക്ക് ദേഹസംബന്ധം വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് നിമി എന്ന് പറയും. അപ്പൊ ദേവന്മാര് പറയണം, വിദേഹൗഷ്യതാം കാമം ലോചനേഷു ശരീരിണാം ഉന്മേഷണ നിമേഷാഭ്യാം ലക്ഷിതോ അധ്യാത്മസംസ്ഥിത. ശരീരിണാം ലോചനേഷു, ശരീരികളുടെ ലോചനങ്ങളിൽ വിദേഹ ഉഷ്യതാം കാമം, വിദേഹനായിട്ട് യഥേഷ്ടം വസിക്കട്ടെ. അധ്യാത്മസംസ്ഥിത, അധ്യാത്മസംസ്ഥിതനായിട്ട് ഉന്മേഷ നിമേഷാഭ്യാം, ഉന്മേഷണ നിമേഷങ്ങളാൽ ലക്ഷിത, കാണപ്പെട്ടവനായിട്ട് വർത്തിക്കുന്നു. ദേവന്മാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രാണികളുടെ നേത്രങ്ങളിൽ ശരീരരഹിതനായിട്ട് നിമി ഇഷ്ടം പോലെ വസിക്കട്ടെ, നേത്രങ്ങളിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞു. ശരീരം വേണ്ടാച്ച. അങ്ങനെ നിമിയുടെ പ്രാർത്ഥന പ്രകാരം എന്നാ ശരീര സംബന്ധം ഇല്ലാതെയും കഴിഞ്ഞു. എന്നാ ദേവന്മാരെ അനുഗ്രഹിച്ചതുകൊണ്ട് നേത്രങ്ങളിൽ ഉന്മേഷണ നിമേഷണങ്ങളെ പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ നിമി വസിക്കുന്നു. ശരീരം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ജനങ്ങൾക്ക് കണ്ണിങ്ങനെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്നത് ആ നിമിയുടെ ഇതുകൊണ്ടാണ്. അരാജക ഭയം നൃണാം മന്യമാനാമഹർഷയ ദേഹം മമന്തുസ്മനിമേ കുമാരസമജായത. നൃണാം അരാജക ഭയം, മനുഷ്യർക്ക് അരാജക ഭയത്തെ മന്യമാന മഹർഷയ, വിചാരിക്കുന്ന മഹർഷിമാർ നിമേ ദേഹം മമന്ധു, നിമിയുടെ ദേഹത്തെ മഥിച്ചു. കുമാര സമജായത, കുമാരൻ സംജാതനായി. അപ്പൊ രാജാവ് നിമി മഹാരാജാവ് ശരീരം വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ രാജ്യത്ത് രാജാവ് ഇല്ലാതെ ആവുകയാണേ. അപ്പൊ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ രാജാവ് ഇല്ലാതിരുന്നു. അപ്പൊ മഹർഷിമാർ എന്ത് ചെയ്തു? ആ ശരീരം സുഗന്ധ തൈലത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ നിമിയുടെ ശരീരം മഥനം ചെയ്തു. അപ്പോഴാ അതിൽ നിന്ന് ഒരു കുമാരൻ സമുദ്ഭവിച്ചു. അതാണ് ആ മുനിമാരുടെ യോഗസിദ്ധി. നോക്കൂ, മൃതശരീരത്തിൽ നിന്ന് പോലും സന്താനത്തെ ഉത്പാദിപ്പിക്കാനുള്ള പ്രാഗൽഭ്യം അന്ന് തന്നെ ആ മഹർഷിമാരെ കൈവരിച്ചിരുന്നു. എന്തൊരു ആശ്ചര്യമല്ലേ, അത്ഭുതം തന്നെ. ജന്മനാ ജനകസോപുൽ വൈദേഹസ്തു വിദേഹജ മിഥിലോ മഥനാജാതോ മിഥിലായേന നിർമ്മിത. ജന്മനാ, ജന്മത്താൽ, സ ജനക അഭൂത്, അദ്ദേഹം ജനകനായി. വിദേഹജ, വിദേഹനിൽ നിന്നും ജനിച്ചതുകൊണ്ട് വൈദേഹ, വൈദേഹൻ എന്ന പേര്. മഥനാൽ ജാത, മഥനത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് മിഥില എന്ന പേരും വന്നു. ഏന നിർമ്മിത, യാതൊരു വിനാ നിർമ്മിക്കപ്പെട്ടത് മിഥില, മിഥിലാപുരി. ആ രാജകുമാരന് 3 പേരുകള്, അന്വർത്ഥങ്ങളായ 3 പേരുകള് ഉണ്ടായി. അതാണ് ജനകൻ, ജനകൻ, വൈദേഹൻ, മിഥിലൻ എന്ന നാമത്രയം ആ രാജകുമാരനുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അവസാനിച്ചിരിക്കുന്ന രാജവംശത്തെ ജനിപ്പിക്കാൻ ഉപകരിക്കുന്ന ജന്മനിമിത്തം ജനകൻ എന്ന പേര്. പിന്നെ ദേഹരഹിതനായിട്ട് പ്രാണികളുടെ നേത്രങ്ങളിൽ വസിക്കുന്ന നിമിയുടെ, അതായത് വിദേഹന്റെ ദേഹത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് വൈദേഹൻ എന്ന പേരും ഉണ്ടായി. പിന്നെ മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് മിഥിലൻ എന്നും പറയപ്പെടുന്നു. അങ്ങനെ ആ മഹാരാജാവ് നിർമ്മിക്കപ്പെട്ട പുരിക്കാണ് മിഥില എന്ന പേര്, അല്ലെ? ഈ ജനക മഹാരാജാവിന്റെ മകളാണ് നമ്മുടെ സീത, അല്ലെ? മൈഥിലി എന്ന പേര്. വിദേഹന്റെ മകളായതുകൊണ്ട് വൈദേഹി, ജനകന്റെ മകളായതുകൊണ്ട് ജാനകി. അങ്ങനെ 3 പേര്. സീതാദേവിക്ക് എത്ര പേരുകളാ, അല്ലെ? പിന്നെ മിഥിലയുടെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി. തസ്മാത് ഉദാവസുസ്തസ്യ പുത്രോ ഭൂൽ നന്ദിവർദ്ധന തത സുകേതുസ്തസ്യാപി ദേവരാതോ മഹീപതേ. തസ്മാത്, അദ്ദേഹത്തിൽ നിന്ന്, തസ്യ അദ്ദേഹത്തിന്റെ, അഭൂത് ഭവിച്ചു, മഹീപതേ ഹേ രാജാവേ. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, മിഥിലനിൽ നിന്ന് ഉദാവസു എന്നൊരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് നന്ദിവർദ്ധനൻ, അദ്ദേഹത്തിൽ നിന്ന് സുകേതു, അദ്ദേഹത്തിൽ നിന്ന് ദേവരാതൻ. അങ്ങനെ ആ വംശത്തിനെ പറ്റി പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ
ഗോവിന്ദ.